എൻ്റെ പൊന്നോ, എന്തൊരു സ്ട്രോങ് ആണെന്നറിയോ. ഇത് 17 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ചെയ്ത ഒരു ഫ്ലാറ്റിൻ്റെ റിനോവേഷന് വേണ്ടി വന്നതാണ്. അന്നത്തെ കാലത്തെ സിമൻറ്റും അന്ന് മണലാണ് കേട്ടോ. ഇന്നാണ് എംസാൻഡ്. അന്നൊക്കെ മണലിന് ഒരു പഞ്ചവും ഇല്ല. എത്ര വേണമെങ്കിൽ മണൽ നമുക്ക് കിട്ടും. അപ്പം അന്ന് ഒട്ടിയ സാധനം ഇന്ന് മോഡൽ മാറ്റണമല്ലോ ആൾക്കാർക്ക്. അതങ്ങനെയാണല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മൾ പല വീടുകളിലും കയറിയിട്ട് പല ടൈൽസുകൾ കാണുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫ്ലാറ്റാണ് കേട്ടോ, 3 നില ഫ്ലാറ്റാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് 48 വീടുകളുണ്ട്. 48 വീട് ഞങ്ങൾ 2005 ചെയ്ത വർക്കാണ്. 2005 അന്ന് ഞങ്ങളൊക്കെ സ്റ്റാർട്ടിങ് കേട്ടോ വർക്ക്. അപ്പോൾ അന്നത്തെ സാധനങ്ങളുടെ സ്ട്രോങ് നിങ്ങൾ കണ്ടില്ലേ. ഇന്നൊന്നും ശരിക്കും ഇല്ല, എംസാൻഡിനൊന്നും ഈ ഒരു കപ്പാസിറ്റി ഇല്ല. ഇതിപ്പോൾ ടൈൽസ് ഒട്ടിയതിനും ഒരു പ്രശ്നമില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് മോഡലൊന്ന് മാറ്റണം. ഇന്ന് 2.4 8.4 ഒക്കെ ഇങ്ങനെ വിലസണ കാലഘട്ടമല്ലേ. അപ്പോൾ അവർക്ക് അത്രക്കൊന്നും എടുത്തില്ലെങ്കിൽ 2ക്ക് 2ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കോണ്ടാക്ട് എടുത്തിരിക്കും കേട്ടോ. അപ്പോൾ വേസ്റ്റും എല്ലാം നമ്മൾ താഴത്ത് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ താഴത്ത് കൊണ്ടുപോകാൻ ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ലിഫ്റ്റ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ആ സൈഡ് ഒരു ലിഫ്റ്റ് ഉണ്ട്. പിന്നെ അവിടേക്ക് കൊണ്ടുപോയി ഇറക്കണേനേക്കാളും നമ്മൾ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങണതാണ് ബെറ്റർ. അപ്പോൾ ഇത് കൊണ്ടുപോയി കളയും വേണം. പറഞ്ഞാൽ നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കൊണ്ടുപോയിട്ട് അവരുടെ തൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കളയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് കോണ്ടാക്ട് എടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു 150 സ്ക്വയർ ഫീറ്റുള്ള റൂമാണ്. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ ഫ്ലാറ്റുകളിലും നിങ്ങൾ ടൈല് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഇൻചാർജാണ്. അത് ആരും ഒന്നും ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ തന്നെ മെറ്റീരിയലും ടൈൽസും വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വർക്കുകൾ. അപ്പോൾ അന്നത്തെ കാലത്തെ സംഗതികളൊക്കെ ഒന്ന് അറിയണമല്ലോ നിങ്ങൾക്ക് നല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒന്നും അറിയില്ല. അപ്പോൾ അന്ന് കാലത്ത് മണലൊക്കെയാണ്, ഇന്നാണ് എംസാൻഡ്. അന്ന് മണലും അന്നത്തെ സിമൻറ്റും ഭയങ്കരമായ സ്ട്രോങ് ഉള്ളൊരു സമയവും കാലഘട്ടങ്ങളായിരുന്നു. അതുകൊണ്ടാണല്ലോ ഓരോ കെട്ടിടങ്ങൾ പഴയതൊക്കെ ഇന്നും നിലനിന്ന് പോകുന്നത്. ഓരോ കെട്ടിടത്തിന് 40 വർഷമൊക്കെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഇന്ന് 100 വർഷങ്ങളൊക്കെ താണ്ടിയിട്ട് ഇന്നും ആയുസോടുകൂടി നിൽക്കുന്ന ഓരോ കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ നമ്മൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പരുക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ അന്നത്തെ കാലത്തെ ഇതും ഇന്നത്തെ ഡിഫറൻറ്റും കൂടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ടൈലാണ് കേട്ടോ. വെറും സ്ക്വയർ ഫീറ്റ് 28 റുപ്യക്ക് കിട്ടിയ ടൈൽസാണ്. 2x2 ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ള് സ്പേസ് റിട്ടറാണ് ചെയ്യണത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഒന്നിൻ്റെ ടൈൽസാണ് ആദ്യം ഉള്ളത്. അന്ന് ഏറ്റവും വലിയ ടൈൽസ് പറഞ്ഞാൽ ഈ 2x2 അത് ഇന്നിപ്പോൾ 1x1 പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2x2. അപ്പോൾ ഇതിനേക്കാൾ വലിയ ടൈൽസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ അത് 1x1 ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ 2x2 കിടക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ വർക്കുകൾ റിനോവേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മിതമായ നിരക്ക് എല്ലാം ചെയ്ത് തരുന്നുണ്ടാവും. പൊളിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യണ ഭാഗത്ത് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതും കൂടി നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്ത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഓരോ ടിപ്സ് കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ, താങ്ക് യു.
ചുറ്റി ഇങ്ങനെ പിടിച്ച് തട്ടിട്ടാ ഊരി വരും അല്ലേ നോക്കി പിടിച്ചോ.